ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 94 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, ഡിംപിൾ യാദവ്, ശിവരാജ് സിംഗ് ചൌഹാൻ, സുപ്രിയ സുലെ തുടങ്ങിയവരാണ് ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, അങ്ങനെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നു വോട്ടെടുപ്പ്. പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, 94 മണ്ഡലങ്ങളിലേക്കാണ് ഈ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ പ്രമുഖ പാർട്ടി നേതാക്കൾ കൂടി ഇത്തവണ മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതിലൊന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മത്സരിക്കുന്ന ഗാന്ധിനഗർ, അത് മൂന്നാം ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. അമിത്ഷായ്ക്ക് പുറമെ ജ്യോതിരാദിത്യ സിന്ധ്യ, ഡിംപിൾ യാദവ്, ശിവരാജ് സിംഗ് ചൌഹാൻ, സുപ്രിയ സുലെ എന്നിവരും ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് ജനവിധി തേടുന്നത്. ആകെ 1351 സ്ഥാനാർത്ഥികളാണ് ഈ മത്സര രംഗത്തുള്ളത്. ഇതിൽ സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അസ്സാമിലെ 4 സീറ്റുകളിലേക്കും, ബീഹാറിലെ 5 സീറ്റുകളിലേക്കും, ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലേക്കും, ഗോവയിലെ 2 സീറ്റും, ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളിലേക്കും, കർണാടകയിലെ 14, മധ്യപ്രദേശിൽ 8, മഹാരാഷ്ട്ര 11, ഉത്തർപ്രദേശിൽ 10, പശ്ചിമബംഗാൾ 4, അങ്ങനെ ഈ സംസ്ഥാനങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ്, മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഇതിനു പുറമെ ഇന്ന് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൻ റോഡ് ഷോ കൂടി ഒരുക്കുന്നുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ അയോധ്യയിലെത്തും. അവിടെ രാമക്ഷേത്ര ദർശനം നടത്തിയ ശേഷം ആയിരിക്കും റോഡ് ഷോയിൽ പങ്കെടുക്കുക. എന്തായാലും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ഒരു ഭാഗത്ത് സജീവമാകുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തെലങ്കാന കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുക. അങ്ങനെ രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളിൽ സജീവമാവുകയാണ്. ഉന്മേഷ്. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.